റാബിയ ബീവി പറഞ്ഞു റളിയല്ലാഹു അൻഹാ, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ട ആളാണെന്ന് എപ്പോഴാണ് ബോധ്യപ്പെടുക? ഏറ്റവും ചുരുങ്ങി അവന് ബോധ്യപ്പെടണമല്ലോ എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെന്ന്. വായുകൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. മനസ്സിലായി പറഞ്ഞത്? ഞാൻ അല്ലാഹുവിനെ ഇഷ്ടമുള്ള ഒരാളാണെന്ന് എപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുക? എനിക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നേരം വൈകും. എനിക്ക് ബോധ്യപ്പെടണമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യക്കൊള്ളൊന്നുമില്ല. എനിക്ക് ബോധ്യപ്പെടുക, നിനക്ക് നിന്നെ പറ്റി ബോധ്യപ്പെടുക. ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതെപ്പോഴാണ്? ഇദാ സറത്തുൽ മുസീബ കമാ സറത്തുൻ നിഅമ. അള്ളാഹുവിൽ നിന്ന് വരുന്ന നിഅമത്തുകൾ അവനെ സന്തോഷിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് വരുന്ന മുസീബത്തുകളും അവനെ സന്തോഷിപ്പിക്കുക. എങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളാണ്. കഴിഞ്ഞ് വെള്ളം അവസാനിച്ചു. ഇന്നത്തെ വെള്ളം അവസാനിച്ചു. ഒരു മനുഷ്യൻ എപ്പോഴാണ് അള്ളാഹുവിൽ റാദിയാവുക എന്ന് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു. അതെപ്പോഴാണ് ഉണ്ടാവുക? അതായത് പറഞ്ഞൊരു മൻ അൽഹംദുലില്ലാ, ഒരു നിറഞ്ഞ അൽഹംദുലില്ലാ, ഒരൊറ്റ അൽഹംദുലില്ലാ മീസാനെ നിറക്കും. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അതേത് അൽഹംദുലില്ലാ? അതേതാണ് അൽഹംദുലില്ലാ? നമ്മളിങ്ങനെ ആടിപ്പാടി ചെല്ലുന്ന അൽഹംദുലില്ലേ? അതേതാണ് അൽഹംദുലില്ലാ? അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ മീസാൻ നിറച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു അൽഹംദുലില്ലാ മീസാൻ നിറക്കും, മീസാൻ ഇറക്കും. ആര് ചെല്ലിയതാണെങ്കിൽ റാദിയായ അബ്ദ് ചെല്ലിയ ഒരു അൽഹംദുലില്ലാ മീസാൻ ഇറക്കും. ഒരൊറ്റ അൽഹംദുലില്ലാ മീസാനാണ് നടക്കും. എങ്ങനെയുണ്ട്? തുലാസ് നിറയും, അള്ളാന്റെ തുലാസ് നിറയും. എന്തുകൊണ്ട് പറയും? എന്തുകൊണ്ട്? ഒരു അൽഹംദുലില്ലാ. അതെപ്പോഴാ? അത് റാദിയായ അബ്ദ് ചെല്ലുമ്പോ. അതാ അപ്പോൾ പിന്നെ ഒരു അബ്ദ് അടിമ റാദിയാകണം, അള്ളാഹുവിൽ റാദിയാകണം. അപ്പോൾ ചോദിക്കപ്പെട്ടു, മഹദിയെ അള്ളാഹുവിൽ എപ്പോഴാണ് ഒരു അടിമ റാദിയാവുക? അതായത് അള്ളാഹുവിൽ ആ അടിമ സംതൃപ്തനാണ്. ഒരാൾ അള്ളാഹുവിൽ സംതൃപ്തനാണ് എന്ന് എപ്പോഴാ പറയാൻ കഴിയുക? അവൻ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്, അള്ളാഹുവിനെ അവന് ഇഷ്ടമാണ്. എന്ത് അള്ളാഹുവിനെ അവന് ഇഷ്ടപ്പെടാം. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ അവന് ഇഷ്ടമാണ് എന്നെപ്പോഴാ പറയാൻ കഴിയാം എന്ന് ചോദ്യം. ആരോടെ ചോദിക്കേണ്ടത്? സൂഫി ചക്രവാളത്തിലെ ഏറ്റവും വലിയ മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടതാണ്, മഹദിയെ എപ്പോഴാണ് ഒരാൾ അള്ളാഹുവിൻ്റെ റാദിയാവുക? അതായത് അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൽ ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു അള്ളാഹിനെ ഇഷ്ടമാണെങ്കിൽ ഈമാന്റെ രുചി അനുഭവിക്കുന്ന ഈമാൻ ഒന്ന് മധുരമായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ പച്ചവെള്ളം കൂട്ടുമ്പോൾ നമ്മൾ ലേശം സർവത്ത് വരുന്ന എന്തുകൊണ്ടാ? കയ്പൂല്ല, മധുരമില്ല, രുചി കിട്ടുന്നില്ല. നമ്മൾ ലേശം വെള്ളം ചോദിച്ചു കുഴങ്ങിയപ്പോൾ, അപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടപ്പോൾ നമ്മൾ ചൂടാ ഭാര്യയോട് ഇത് ലേശം പഞ്ചസാര ഇട്ടിടും. ഒരു ചെറുനാരങ്ങ അങ്ങനെയാണ് പിഴിഞ്ഞിട്ട്, ചെറുനാരങ്ങ അവിടെ 4 കിലോ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ആ ഫ്രിഡ്ജിലുണ്ടല്ലോ ഒരു ചെറുനാരങ്ങ. ഒരു ലേശം ശർക്കരയോ പഞ്ചസാരയോ ഒന്ന് എടുത്ത് കളർ മാറ്റി തരുന്ന എന്താ നിനക്ക് എന്താ ബുദ്ധിമുട്ട്? ഈ പച്ചവെള്ളം ഇങ്ങനെ പേന്തി കുടിക്കണ ഞാൻ? അതിൽ ലേശം തേനടിച്ചു, അല്ലെങ്കിൽ ഒരു ലേശം എന്താ പറയുക, ഒരു ലേശം അച്ചാറിൻ്റെ വെള്ളമെങ്കിലും ഒഴിച്ചാലും ഒരു പുളിമ എങ്കിലും അതിലുണ്ടാവുമല്ലോ. പക്ഷെ ഇങ്ങനെ പച്ചവെള്ളം കിണറ്റിനുള്ള മാതിരി അങ്ങനെ തരാൻ ഞാൻ എനിക്കെന്നാ ചോദിക്കേണ്ട ആവശ്യം, എനിക്ക് കിണറ്റിനെ നോക്കിക്കൂടെ? മനസ്സിലായില്ല? അവൻ്റെ ചോദിക്കുക, അത് രുചിയാകണം. ആ രുചിയില്ലാതെ ഇപ്പം ദേഷ്യപ്പെട്ടു. ഒന്നിരിക്കതിന് പുളി വേണം, അല്ലെങ്കിൽ മധുരം വേണം, എന്തെങ്കിലും ഒന്ന് വേണം. പച്ചവെള്ളത്തിന് പുളിയില്ല, മധുരമല്ല, കയ്പൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? ഈമാനുണ്ടൊരു രുചി, പക്ഷെ അതിൽ ആ രുചി കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൽ ഒരു അടിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹു എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഈമാനിന്റെ രുചി ആസ്വദിക്കും. അപ്പൊ കഴിഞ്ഞ്
പിന്നെ ബേജാറാകണ്ട, മരിച്ചാലും പ്രശ്നമില്ല, ഒന്നുമില്ല, അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവനാണ്. അതാണ് ചോദ്യം. ഉത്തരപ്പോഴും പറഞ്ഞിട്ടില്ല, ചോദ്യം. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാക്കി തരികയാണ് ഞാൻ. എപ്പോഴാണ് ഒരാൾ അള്ളാഹുവിനെ അവൻ ഇഷ്ടപ്പെട്ട ആളാണ് പറയാനാവുക? അതാ അബ്ദുറഹ്മാൻ അഹമ്മത്തുള്ള അവർ അള്ളാഹിനെ ഇഷ്ടപ്പെട്ട ആളാണെന്ന് എപ്പോഴാണ് പറയാനാവുക? അല്ലെങ്കിൽ വേറൊരെ പറ്റി പറയണ്ട, എനിക്ക് ഇന്നെപ്പറ്റി ഞാൻ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവനാണെന്ന് എപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക? മനസ്സിലായില്ലേ പറഞ്ഞത്? വാക്കിലല്ല, വാക്കിൽ നന്ദി പറയുമെന്ന് ആർക്കും പറയാലോ. നന്ദി ഇല്ലാത്തവന് നന്ദി പറയും. നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും നോട്ടീസ് ചെയ്ത് നന്ദി. അവറാൻകുട്ടി, ബീരാൻകുട്ടി, നന്ദി. എന്തുകൊണ്ട്? നോട്ടീസിലൊരു പേര് നന്ദി. ആ പേര് എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടുത്ത കമ്മിറ്റി ഒത്തിരി പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നന്ദി അവറാൻകുട്ടി അല്ലെങ്കിൽ ബീരാൻകുട്ടി. നന്ദി എഴുതാം. നന്ദി എഴുതിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ നന്ദി പറയാനില്ല, നന്ദി പറയാൻ ആളുകൾക്ക് ആക്കില്ല. എന്തുകൊണ്ട്? ഇവനെന്നെ നന്ദി ഇല്ലാന്ന് നാട്ടുകാർക്കറിയാം. നന്ദി പറയാൻ ഇവനും മെനക്കില്ല, കാരണം നാട്ടുകാർക്കും നന്ദി ഇല്ലാന്ന് ഇവനും അറിയാം. പിന്നെ ആ നന്ദിക്ക് മെനക്കെടുന്നില്ല. നന്ദി പറഞ്ഞാലും നന്ദി ഉണ്ടായിക്കൊള്ളുന്നില്ല. നന്ദി പറഞ്ഞതും ഇല്ലെങ്കിൽ നന്ദി ഇല്ലാതിരിക്കൂല. എപ്പോഴാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനെ പറഞ്ഞാൽ പോരാ, എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് ഒറിജിനൽ ആയിരിക്കണം. പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണെന്ന് എപ്പോഴാണ് തീരുമാനം ഉണ്ടാവുക? കേട്ടോളൂ, ഉത്തരപ്പോഴും പറഞ്ഞില്ല, ഉത്തരം പറയാൻ പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈമാന്റെ രുചി അവൻ ആസ്വദിക്കും. അള്ളാഹു ഏത് തരം സംരക്ഷണം നൽകിയാലും, എന്താണ് അള്ളാഹു നൽകിയതെങ്കിലും, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ അവൻ ഈമാന്റെ രുചി ആസ്വദിക്കുന്നതാണ്. അവൻ ഈമാൻ പച്ചവെള്ളം പോലെ ആവൂല, അത് പഞ്ചസാര വെള്ളം പോലെയോ അത് തേൻ വെള്ളം പോലെയോ മധുരമായി അനുഭവിക്കും. മനസ്സിലായില്ലേ? ഇപ്പോഴും ചോദ്യമായിട്ടുള്ള ഉത്തരമായിട്ടില്ല, ഉത്തരം പറയാൻ പോവാ. ഈമാനിന്റെ രുചി ആസ്വദിക്കും ആര്? എപ്പോൾ? ഒരടിമ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണെന്ന് എപ്പോഴാ പറയാൻ കഴിയുക? നോക്ക്, ഒരടിമ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണ്, അവൻ അള്ളാഹിനെ ഇഷ്ടമാണ്, അള്ളാഹിനെ ഇഷ്ടക്കാരനായി മരിച്ചുപോയി. അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ പറ്റി പറയണ്ട, നമ്മളെ പറ്റി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവനാണ് എന്ന്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? വേറൊരു പറയണ്ട, എന്നെ പറ്റി പറയാ, എന്നെ പറ്റി ചിന്തിക്ക. എപ്പോഴാണ് ഒരു അടിമ ഉടമക്കാരനായ റബ്ബിനെ ഇഷ്ടപ്പെട്ടവനാണെന്ന് തീരുമാനിക്കാനാവുക? നോക്കൂ, ഇദാ സറത്തുൽ മുസീബ കമാ സറത്തുൻ നിഅമ. ഫഖാലത്, അപ്പോൾ റാബിയ ബീവി പറഞ്ഞു റളിയല്ലാഹു അൻഹാ, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ട ആളാണെന്ന് എപ്പോഴാണ് ബോധ്യപ്പെടുക? ഏറ്റവും ചുരുങ്ങി അവന് ബോധ്യപ്പെടണമല്ലോ എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്. വായുകൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. മനസ്സിലായി പറഞ്ഞത്? ഞാൻ അല്ലാഹുവിനെ ഇഷ്ടമുള്ള ഒരാളാണെന്ന് എപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുക? നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നേരം വൈകും, എനിക്ക് ബോധ്യപ്പെടണമല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യക്കൊള്ളൊന്നുമില്ല, എനിക്ക് ബോധ്യപ്പെടുക. നിനക്ക് നിന്നെപ്പറ്റി ബോധ്യപ്പെടുക. ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതെപ്പോഴാണ്? ഇദാ സറത്തുൽ മുസീബ കമാ സറത്തുഹു നിഅമ. അള്ളാഹുവിൽ നിന്ന് വരുന്ന നിഅമത്തുകൾ അവനെ സന്തോഷിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് വരുന്ന മുസീബത്തുകളും അവനെ സന്തോഷിപ്പിക്കുക. എങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളാണ്. കഴിഞ്ഞ് വെള്ളം അവസാനിച്ചു, ഇന്നത്തെ വെള്ളം അവസാനിച്ചു. എങ്ങനെയുണ്ട്? 12 റക്അത്ത് തറാവീഹും ബാക്കിയുള്ളതും മുഴുവൻ തഹജ്ജുദും എല്ലാം കഴിഞ്ഞ് 1.5 മണിക്കൂർ അതൊന്ന് യാസീൻ ഓതി എല്ലാം കഴിഞ്ഞ് അങ്ങനെ സംസം വെള്ളമൊക്കെ കുടിച്ച് പെരിയിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയാക്കണ് വരുമ്പോഴാണ് ഏതോ ബീരാൻകുട്ടിയെ കാണുന്നത്.
അങ്ങനെ ഹൗലുകാരിയിലെത്തിയപ്പോൾ അസ്സലാമു അലൈക്കും, എന്തൊക്കെ ഉണ്ടാവുക അവറാനെ വർത്താനം, എന്തൊക്കെയാണ് വീരാക്ക വർത്താനം, എന്താ നമുക്ക് എന്താണ് വർത്താനം, അങ്ങനെ കഴിഞ്ഞു പോകും. വീഡിയോ തുറന്നിട്ട് കാലത്തിലെ ഒരു മുസീബത്തിൻ്റെ, പിന്നെ അത് മലയാളത്തിൽ ഈ പ്രഭാഷണത്തിൽ പറയാൻ പറ്റാത്തൊരു വാക്കാണ്. പിന്നെ അതിന് കൊറോണയൊക്കെ കൂട്ടി പറയാം. പിന്നെ അത് ഇവിടെ പറയാൻ പറ്റൂല. പിന്നെ അവിടെ ആവുന്നകരിൽ നിന്ന് കൊറോണയെ ചേർത്ത് പറയുന്ന ഒരു വാക്കവിടെ ഉണ്ട്, അത് ഇപ്പം പറയാൻ പറ്റൂല. വീഡിയോ തുറന്നിട്ട് 4 ആഴ്ച നീ തുറന്നു വെച്ച ആരെങ്കിലും വരുന്നുണ്ടോ? മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റും? എന്താ ഇതിനൊക്കെ കാര്യം? മര്യാദക്കൊന്ന് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് മര്യാദക്ക് വായിക്ക് രുചിയിൽ സാധനം വാങ്ങിയിട്ട് കാലത്തിൽ. അതിൻ്റെ അടിയിലാണ് മകൾക്കൊരു സോക്കട് വന്നത്, മകന് സോക്കട് വന്നത്, അതിൻ്റെ പേരിൽ ആശുപത്രി. നമ്മൾ അങ്ങനെ ദിവസം രാജ്യം സ്കെച്ച് വയർക്കുന്നുണ്ട് എന്നൊരു ഫലമല്ല. ഇപ്പം എത്ര കഴിഞ്ഞ് വരിക? ഞാൻ അവല് വക്തിൽ വരികയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അവല് വക്തിൽ വാങ്ങിക്കൊടുക്കുമ്പോഴത്തിന് എന്ന് പറയാൻ വേണ്ടി വരിക. ഈ ആളുകളെ പറ്റിയാണ് നമ്മൾ കൂട്ടം കൂടി പറയുന്നത്. 30 കൊല്ലമായി 40 കൊല്ലമായി നമ്മുടെ മഹലിൽ തഹജ്ജുദ് ഒഴിവാക്കാതെ എല്ലാ സുബഹിക്കും പള്ളിയിലെത്തിയ അവറാനാണ് കഴിഞ്ഞ ആഴ്ച മരിച്ചത് എന്ന് നമ്മൾ പറയും. നമ്മളെ പറ്റി പറഞ്ഞോ? ചിന്തിച്ചു നോക്ക്. എൻ്റെ അവസ്ഥ, എൻ്റെ നമ്മളവസ്ഥ. ഈ അവറാനെ പറയണ്ട, അവറാൻ ഞാൻ തന്നെ എന്ന് വിചാരിച്ചതാ. എപ്പോഴാണ് നിങ്ങളെന്ന് വിചാരിച്ച്? ഇത് റിസാലത്തുൽ ഖുശൈരിയയിൽ നിന്ന് ഇമാം ഖുശൈരി തങ്ങൾക്ക് റാബിഅ റളിയല്ലാഹു അൻഹു വാക്കിനെ ഉദ്ധരിച്ചത് അങ്ങനെ തന്നെ ഞാൻ വായിക്കാം. ഇന്റെ വാക്കല്ല, ഖാസിം പറഞ്ഞാണ് വിചാരിക്കണ്ട. ോട് ചോദിക്കപ്പെട്ടു, ഒരു അടിമ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണ് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കാനാവുക? അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണ്. അള്ളാഹു എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞ പോരല്ലോ. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് ഏത് വർഗീയവാദിയും രാജ്യദ്രോഹിയും അസംബ്ലി പറയുമല്ലോ. അതുകൊണ്ട് ഞാൻ ഖജനാവിൽ നിന്ന് ഒരു പൈസ എടുക്കുകയില്ല, ഞാൻ ഈ ഇന്ത്യക്കാരെല്ലാം എൻ്റെ സഹോദരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ മന്ത്രിമാർ എല്ലാ കൊല്ലവും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇക്കൊല്ലം അങ്ങനെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത്. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്? എന്നിട്ട് എന്താ ഉണ്ടാവുക? നിങ്ങൾ ചിന്തിക്ക്. എന്താ ഉണ്ടാവുക? പറഞ്ഞാൽ പോരല്ലേ എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്, പിന്നെ ഇഷ്ടമാണ്, അള്ളാഹിനെ ഇഷ്ടമാണ്. കാര്യമില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ദുബായിലെ രാജാവ്, ഇതാ നിനക്ക് വേണ്ടി അവിടെ ദുബായില് ഇത്രയും കാലം 12 കൊല്ലം 25 കൊല്ലം ജോലി ചെയ്ത ആളുകൾക്കൊക്കെ ദുബായ് രാജാവ് 30 കോടി ഉറുപ്പിക അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് വിവരം കിട്ടി. നമുക്ക് 30 കൊല്ലത്തെ സർവീസ് ഉണ്ട് നോക്കുക. അപ്പൊ ദുബായിലെ രാജാവ് 25 കൊല്ലം സർവീസിലിരുന്ന ആളുകൾക്കെല്ലാം അയാൾ വകയായി 10 കോടി ഉറുപ്പിക കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ നിനക്കുണ്ടായ അതേ സന്തോഷം കൊറോണ വന്നു എന്ന് അറിയുമ്പോഴും നിനക്കുണ്ടാവുക. കച്ചവടം പൊളിഞ്ഞു അപ്പോഴും إذا سرته النعمة إذا سرته المصيبة كما سرته النعمة. നിഅമത്ത് അവനെ സന്തോഷിപ്പിക്കും പോലെ മുസീബത്ത് അവനെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ചോദ്യം, അതെങ്ങനെയെങ്കിൽ അതിനൊരു തീരുമാനത്തിലെത്തും. അതൊന്നും എൻ്റെ റബ്ബ് വെറുതെ ചെയ്യൂല, അതൊക്കെ ഒരു ഖൈറിന് വേണ്ടിയോ. എൻ്റെ റബ്ബ് വെറുതെ ചെയ്യൂല. എന്റെ റബ്ബ് അതന്നെ. വത്സല്യനിധിയായ ഉമ്മ എന്ത് ചെയ്തു? രാവിലെ എന്ത് ചെയ്ത്? റമളാൻ 1 ആയപ്പോൾ എന്ത് ചെയ്ത്? രാവിലെ അടുപ്പിലെ തീ കുത്തിക്കെടുത്തി. ഇവിടെ നോമ്പ് പോറ്റാലും നോമ്പ് പോറ്റിട്ടില്ലെങ്കിലും ഇവിടെ രാവിലെ ഒന്നും ഉണ്ടാവില്ല, വേണമെങ്കിൽ നോറ്റോളി. അപ്പം എല്ലാവരും നോമ്പ് പോറ്റ്. ഉദാഹരണം എന്തുകൊണ്ട് ഇവിടെ നോമ്പ് പോൽക്കാതിരുന്നിട്ടും കാര്യമില്ല, കുത്തിക്കെടുത്തി. ഉമ്മാനോട് വല്ല വിരോധമുണ്ടോ? ഇല്ല. 10 മണിക്ക് കിട്ടേണ്ടതുണ്ടോ? ഇല്ല.
ഉച്ചക്ക് കിട്ടേണ്ടത് തരാനുണ്ടോ? ഇല്ല. 4 മണി ചായ ബിസ്ക്കറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷേ ഇതെല്ലാം തടയുമ്പോൾ തടയപ്പെട്ടപ്പോൾ ഈ കുഞ്ഞുമോന് എന്തറിയാം? വാത്സല്യനിധിയായ ഉമ്മ ഇതിനും ഇതിന്റെ പിഴടക്കും മകരിവിന് തരും. മനസ്സിലായോ പറഞ്ഞത്? 10 മണിക്കാ ഒരു കഞ്ഞിയും ഒരു അച്ചാറിന്റെ ഇത്ര പോന്ന അച്ചാറുമായിരുന്നു കിട്ടിയിരുന്നത്. ഉച്ചക്കാണെങ്കിൽ ഒരു ചോറും വെള്ളരിക്കയുടെ കറിയും ഒരു ഉണക്കമീനും ആയിരുന്നു കിട്ടിയിരുന്നത്. വൈകുന്നേരമാണെങ്കിൽ ഒരു തൽക്കാലി ചായ മരിയൊക്കെ 2 ബിസ്ക്കറ്റുമായിരുന്നു കിട്ടിയിരുന്നത്. അത് മുടങ്ങിയപ്പോൾ ഒരു സന്തോഷം. എന്തുകൊണ്ട് ഇത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ? 1 നമ്പർ മട്ടനും ബിരിയാണിയും, 1 നമ്പർ ചപ്പാത്തിയും നൂൽപുട്ടും എല്ലാം കൂടെ പത്തിരിയും നെയ്സ് പത്തിരി എല്ലാം കൂട്ടി മഗ്‌രിബിന് നേരത്തുമ്പോ മുന്നിൽ വെച്ച് തരും. ഓഹോ, പിന്നെന്താ രാവിലത്തെ തടഞ്ഞിരുന്ന വിഷയങ്ങൾ മനസ്സിലാവുണ്ട് പറഞ്ഞു. ഉമ്മാനോട് ദേഷ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിനെ പറ്റി അറിയാം. എങ്കിൽ വാത്സല്യനിധിയായ ഉമ്മാനെ പറ്റി നീ ഇങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ കോടി വർഗത്തെ ഒന്നുമില്ലാതെ അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്ന കരുണാവാരിധിയായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വാത്സല്യം എത്രയുണ്ടാകുമെന്ന് ചിന്തിക്ക്. അതാണ് അവിടെ തീരുമാനം. നഷ്ടല്ല. എന്റെ റബ്ബിനെ തീരുമാനിച്ചിട്ടുണ്ടോ? ഉച്ചക്ക് മുടങ്ങിയാൽ വൈകുന്നേരം ഷറായി കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഇപ്പൊ നോമ്പുകൊണ്ട് എന്തുണ്ടായത്? നോമ്പുകൊണ്ട് നോമ്പിന്റെ കൂലിയും കിട്ടി, അടുത്ത കാലത്തൊന്നും തിന്നാത്തൊരു ഭക്ഷണവും കിട്ടി. എന്നാലും നോമ്പാണല്ലോ. അപ്പോൾ മുസീബത്ത് ലാഭായി. നോമ്പില്ലെങ്കിലോ? നോമ്പില്ലെങ്കിൽ 10 മണിക്കൊരു കഞ്ഞും ലേശം ചമ്മന്തിയും കിട്ടും. നോമ്പില്ലെങ്കിലോ ഉച്ചക്കൊരു വെള്ളരിക്കച്ചാറും കറിയും ചോറും കിട്ടും. 4 മണിക്കൊരു ചായയും ബിസ്ക്കറ്റും കിട്ടും. നോമ്പുണ്ടായപ്പോൾ അത്ര നേരം പട്ടിണി കിടത്തിയപ്പോൾ മഗ്‌രിബിന് ഉമ്മ എന്ത് ചെയ്ത്? എല്ലാവരും 3-4 കൂട്ടം സാധനങ്ങളും 1 നമ്പർ മട്ടൻ ഉമ്മാന്റെ തന്നെ അടക്ക വിറ്റ പൈസക്ക് ഉമ്മാടെ കയ്യിലുണ്ടായിരുന്നു. ചെറിയ കുഞ്ഞുമോനെ അങ്ങാടി പറഞ്ഞേച്ച് മട്ടൻ തന്നെ വാങ്ങിച്ച് നല്ല ഉഷാറ് കുറച്ച് അരി കൊണ്ട് ബിരിയാണി വെച്ച് നെയ്സ് പത്തിരി ഉണ്ടാക്കി നൂൽപുട്ടുണ്ടാക്കി മകന് കൊടുത്ത് മുറുക്ക് വെള്ളം കൊടുത്തു. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് വരി എന്ന് പറഞ്ഞു. മഗ്‌രിബ് നിസ്കരിച്ച് ചെന്ന് നോക്കുമ്പോൾ ബിസാത്ത് വിരിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ കൊല്ലം അങ്ങനത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ മകൻ എന്താ പറയാ? നാളെ നമുക്ക് നോമ്പാ നല്ലേ. നോമ്പില്ലെങ്കിൽ ഈ നാടൻ കറിയും കൂട്ടാനും വാങ്ങിയിട്ട് പോകും. നോമ്പുണ്ടായാൽ നമുക്ക് ലാഭമാണ്. മനസ്സിലായോ? ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ആ മുസീബത്തിൽ സംതൃപ്തനാവുകയും ഇത് എൻ്റെ റബ്ബിന്റെ ഒരു ബല ആണ്, ഇതിൽ വലിയൊരു നിഅമത്തിൽ അവസാനിക്കാൻ പോകുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ റബ്ബിൽ പൊരുത്തപ്പെട്ടാൽ ഏറ്റവും വാത്സല്യനിധിയായ റബ്ബാണ് അവൻ. റഊഫും ബിൽ ഇബാദാണ്, ഏറ്റവും വലിയ കൃപയുള്ളവനാണ് അവൻ, കരുണക്കടലാണ്. കോടാനക്കോടി ഉമ്മമാരുടെ മനസ്സിലേക്ക് വാത്സല്യം വിട്ടുകൊടുത്ത വാത്സല്യനിധിയായ റബ്ബിന്റെ വാത്സല്യം എത്രയുണ്ടാകും? അതുകൊണ്ട് അവന്റെ വിധിയിൽ തൃപ്തിപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ് കിട്ടാനുള്ള ലാഭത്തുണ്ടാവും. അതാണ് റാളി. റാളി എന്ന് പറയാ. അത് അല്ലാഹ് എനിക്കിഷ്ടാണ്, അല്ലാഹ് എനിക്കിഷ്ടാണ്. എന്തേ ഞാൻ അല്ലാഹ് ഇഷ്ടമില്ലാത്ത ആളാന്നാ വിചാരിച്ച്? അള്ളാഹുവിനെ നമുക്കിഷ്ടമില്ല എന്ന് വേറൊരാൾ സദസ്സിൽ പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തിന് എണീക്കും. ജനറൽ ബോഡി നമ്മൾ തല്ലുണ്ടാക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ മതി കമ്മിറ്റി കൂടാനെന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റിയില്ല ജനറൽ ബോഡി എല്ലാവരും പറയും അള്ളാഹ് നമുക്ക് അള്ളാഹിന് ഇഷ്ടമല്ലേ, നമ്മളിപ്പോൾ ആരെ യോഗ്യനല്ലാത്ത മനം കെടുത്തി. അതുകൊണ്ട് ഇന്നാലിന്റെ മെമ്പർ മാപ്പ് പറയണം, മെമ്പർ മാപ്പ് പറയണം, ബഹുമാനപ്പെട്ട മെമ്പർ മാപ്പ് പറയണം. എന്തുകൊണ്ട്? അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ മാത്രം കമ്മിറ്റിയിൽ കൂടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം മെമ്പർ മാനം കെടുത്തി. ജനറൽ ബോഡിയിൽ ചേരി തിരിഞ്ഞ് തല്ലുണ്ടായി. എന്റെ മെമ്പർ മോശപ്പെട്ട വാക്ക് പറഞ്ഞു. എൻ്റെ 1000 ചില്ലാനം ആളുകളുടെ ഈ മഹലിനെ മാനം കെടുത്തി. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഈ മഹലിലുള്ളവർ എന്ന് പറഞ്ഞു. ചിന്തിക്കണം.
എപ്പോഴാണ് അടിമ അള്ളാഹുവിൽ തൃപ്തനാവുക? ഇദാ സറത്തുൽ മുസീബ കമാ സറത്തുൽ നിഅമ. നിഅമത്ത് അവനെ സന്തോഷിപ്പിച്ചതുപോലെ മുസീബത്ത് അവനെ സന്തോഷിപ്പിക്കും. എങ്കിൽ അതിൻ്റെ അർത്ഥം മുസീബത്ത് വേണമെന്ന് ആഗ്രഹിക്കലല്ല. മുസീബത്താണ് വിധിച്ചതെങ്കിൽ അഹ്കമുൽ ഹക്കീമീനായ റബ്ബല്ലേ വിധിക്കണത്? മനസ്സിലായില്ല? ഈ മുസീബത്തോടെ വിധിച്ചതല്ല, ഏത് മുസീബത്താണെങ്കിലും. അപ്പോൾ പിന്നെ മരുന്ന് വേണ്ടേ? മരുന്ന് ചെയ്യാൻ അവൻ്റെ തീരുമാനമാണ്. മരുന്ന് ചെയ്യാൻ പറഞ്ഞാണ് മരുന്ന് ചെയ്യണം. മുസീബത്ത് വന്നാൽ ആ മുസീബത്തിൽ നിന്ന് നീക്കി തരണം, റബ്ബിനോട് ദുആ ചെയ്യണ്ടേ? ദുആ ചെയ്യണം. ദുആ ചെയ്യണം എന്നുള്ളതും അവൻ്റെ തീരുമാനമാണ്. ഇതൊക്കെ കേട്ടാൽ വേറെ ആൾക്ക് ചോദിക്കാം, അപ്പോൾ പിന്നെ മുസീബത്തിനെതിരായി ദ്വാരക്കണ്ടേ മൂല്യരെ? ആ ദ്വാരക്കും. എന്തുകൊണ്ട്? ഞാൻ മുസീബത്ത് തന്നാൽ നിങ്ങൾ ദ്വാരക്കണമെന്ന് അവൻ്റെ തീരുമാനമാണ്. മുസീബത്ത് തന്നാൽ രോഗമാണെങ്കിൽ ആ രോഗത്തിൽ നിങ്ങൾ ചികിത്സിക്കണമെന്നത് അവൻ്റെ തീരുമാനമാണ്. ഞാൻ ദാരിദ്ര്യം തന്നാൽ നിങ്ങൾ ദാരിദ്ര്യത്തെ മറികടക്കാൻ വേണ്ടി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെടണമെന്നത് അവൻ്റെ തീരുമാനമാണ്. ഒക്കെ ചെയ്യും. അതേ സമയത്ത് നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ പൊരുത്തപ്പെടുകയും ചെയ്യും. മനസ്സിലായോ? വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമില്ല. നമ്മൾ ഇല്ലായ്മല്ലായും ആരോടും പറയും ഇല്ല. ഇല്ലായ്മല്ലായും ഇല്ല. കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കടക്കാരനോട് പറഞ്ഞു, ചെറിയൊരു സമയം കൂടി വേണം കേട്ടാ, 2 ആഴ്ച അതിനകത്ത് തരും. അപ്പോൾ അള്ളാഹു തരും എന്ന പ്രതീക്ഷ. കൊടുക്കും ചെയ്യും. 2 ആഴ്ചയിലായില്ല, വീണ്ടും പറയും 2 ആഴ്ച കൊണ്ട് വേണട്ടാ, തരും. എന്തുകൊണ്ട്? ഖജനാവ് നിറഞ്ഞു കിടക്കുന്ന റബ്ബിന് നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ എന്ത് പ്രയാസം? وإن من شيء إلا عندنا خزائنه وما ننزله إلا بقدر معلوم. وإن من شيء إلا عندنا خزائنه. وإن من شيء إلا عندنا خزائنه. എൻ്റെ ഖജനാവിൽ നിറഞ്ഞിട്ടല്ലാത്ത ഒരു സാധനവുമില്ല. അപ്പോൾ അല്ലാഹു തആലക്ക് നമ്മുടെ ദാരിദ്ര്യം തീർക്കാൻ എന്ത് പ്രയാസമുള്ള? ഉടലിന് ഓപ്പറേഷൻ കഴിഞ്ഞു, ആശുപത്രി കിടക്കാണ് രോഗി. നഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, കൂടെ നിൽക്കുന്ന ബന്ധുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. വെള്ളം ലേഖ ആശുപത്രിയിൽ ഉണ്ട്. 25,000 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട്, അത് നിറച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിയമം എന്ത്? ഇവന് വെള്ളം കൊടുക്കാൻ പാടില്ല. ഇവനോട് ദേഷ്യാണോ? മനസ്സിലായില്ല. മനസ്സിലാവണുണ്ടോ പറഞ്ഞത്? അള്ളാഹു നമ്മളെ ദാരിദ്ര്യം തീർക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അതേതുപോലെയാണ്? ഓപ്പറേഷൻ കഴിഞ്ഞു, രോഗിക്ക് വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞു. 48 മണിക്കൂർ വെള്ളം കൊടുക്കരുത്. ഗ്ലൂക്കോസ് കയറ്റും. വെള്ളം തൊള്ളയിൽ കൂടെ കൊടുക്കാൻ പാടില്ല. ഗ്ലൂക്കോസ് ഞങ്ങൾ കയറ്റും. വെള്ളം എന്ന് പറഞ്ഞ കാര്യം കൊടുക്കില്ല. വത്സനിധിയായ ഭാര്യയുണ്ട്, ആ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുത്, നിനക്ക് അവനെ ബാക്കി കിട്ടണമെങ്കിൽ വെള്ളം കൊടുക്കരുത്. വെള്ളം കൊടുത്താൽ പിന്നെ നിങ്ങൾ പോയിക്കോളുക, ബാക്കി കാര്യങ്ങൾ ആംബുലൻസിന് പൈസ അടക്കുക, നിങ്ങൾ ഡെഡ് ബോഡി കൊണ്ടുപോകണം, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ചാൻസ് ഇല്ല. നമ്മൾ പറയരുത്. എഴുതി ഒപ്പിട്ട് കൊടുത്തു. ആശുപത്രിയിൽ പറഞ്ഞ നിയമങ്ങൾ പാലിക്കും, ഇല്ലെങ്കിൽ ഉത്തരവാദി ഞാനാണെന്ന് ഒപ്പിട്ട് കൊടുത്താണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴോ ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. വെള്ളം ആശുപത്രിയില്ലേ? ഉണ്ട്. എത്രയാ? നേരെ തൊട്ടടുത്ത് ശുദ്ധമായി ഒഴുകുന്ന പുഴയുണ്ട്, എത്രയും അടിക്കാൻ അവിടെ വെള്ളമുണ്ട്. 25,000 ലിറ്റർ ടാങ്കിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ഇവനൊരു തുള്ളി കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് ഡോക്ടർക്ക് ഇവനോടുള്ള വാത്സല്യം. അവർ തുള്ളി ഇപ്പോൾ ഇവന് കൊടുത്താൽ മരിച്ചു. മനസ്സിലായോ പറഞ്ഞത്? ഒരു അടിമക്ക് ചില കാലത്ത് ദാരിദ്ര്യമേ പറ്റൂ, അപ്പോൾ അള്ളാഹു ആ അടിമക്ക് ദാരിദ്ര്യം കൊടുക്കും. ചില സമയത്ത് ചില അടിമകൾക്ക് രോഗമേ പറ്റൂ, അള്ളാഹു അപ്പോൾ ആ അടിമക്ക് രോഗം കൊടുക്കും. ചില ആളുകൾക്ക് ആയുസ് മുഴുവനും രോഗമേ പറ്റൂ, അപ്പോൾ അള്ളാഹു ആയുസ് മുഴുവനും ആ അടിമക്ക് രോഗം കൊടുക്കും. എന്തിന്? ഇമ നിലനിർത്തും. അങ്ങനെ ആ അടിമയെ അള്ളാഹു തആലക്ക് ഇഷ്ടമുണ്ടാവും. മനസ്സിലായില്ലേ? ഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലഹു ഇല്ല അൽ ഫഖ്റു വലാ യസ്ലഹു വയസ്ലഹു ഇല്ല അൽ ഗിനാ വലാ യസ്ലഹു ഇല്ല അൽ മറദ് എന്ന് അല്ലാഹു പറയുന്നുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പറയുന്നുണ്ട്. എൻ്റെ ചില അടിമകളുണ്ട്, ചില അടിമകൾ അവർക്ക് ദാരിദ്ര്യമേ പറ്റൂ, അതുകൊണ്ട് ഞാൻ അവർക്ക് ആയുസ് മുഴുവനും ദാരിദ്ര്യം കൊടുക്കും. എൻ്റെ ചില അടിമകളുണ്ട്, അവർക്ക് ആയുസ് മുഴുവനും രോഗമേ പറ്റൂ, ഞാൻ അവർക്ക് രോഗം കൊടുക്കും. എൻ്റെ ചില അടിമകളുണ്ട്, ആയുസ് മുഴുവനും അവർക്ക് സമ്പത്തേ പറ്റൂ, അപ്പോൾ ആയുസ് മുഴുവനും അവർക്ക് സമ്പത്ത് കൊടുക്കും ഞാൻ എന്ന് അല്ലാഹു പറയുന്നതായി മുത്തു മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അപ്പോൾ ഒരു സീസൺ ഒരു പ്രയാസം വന്നു.
അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ ഉണ്ടായതല്ല, അത് എനിക്കുണ്ടായി, നമുക്കുണ്ടായി, വളരെ പ്രയാസമുണ്ടായി. 13 കൊല്ലം 15 കൊല്ലം 25 കൊല്ലം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരിഞ്ഞിട്ടും ആ പ്രശ്നം പരിഹരിച്ചില്ല. അതേതുപോലെയാണ് ആ 48 മണിക്കൂർ ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞ് തലട്ടടിച്ച് കരഞ്ഞിട്ടും കൊടുത്തില്ല വെള്ളം. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല? ഖബീർ, ഇത് ഇവനറിയൂല, ഖബീറായ ഡോക്ടർക്ക് അറിയും. മനസ്സിലായില്ലേ? നിപുണനായ ഡോക്ടർക്കറിയാം. വായയിലൂടെ കുടലിലേക്ക് ഒരു തുള്ളി വെള്ളം ചെന്നാൽ ആ കുടലിന്റെ തുഞ്ഞ പൊട്ടിപ്പോവും, പിന്നെ മരണം ഒരു നിർവാഹമില്ല. ശരീരത്തിലെ പച്ചപ്പ് നിലനിർത്താൻ ഇവിടെ ഗ്ലൂക്കോസ് കൊടുത്തു. മനസ്സിലായില്ലേ? കുടുംബത്തിന്റെ ജീവിതം കഴിയുവാൻ എന്തെങ്കിലുമൊക്കെ വഴി അള്ളാഹു തരം തുറന്നു കൊടുക്കും. നേരിട്ട് എൻ്റെ ദാരിദ്ര്യം തീർക്കുകയില്ല. എന്തുകൊണ്ട്? അതപ്പോൾ തീരാൻ പാടില്ല, ഇനിയും സമയമുണ്ട്. അവനാരാ? അവൻ മൻ റളിയ ബില്ലാഹി റബ്ബാ ദാക തുഅമൽ ഈമാൻ. മൻ റളിയ ബില്ലാഹി റബ്ബാ. ഭാര്യയ്ക്ക് എന്നോട് വാത്സല്യമുണ്ടെന്ന് നമ്മൾ സമ്മതിക്കും, ബാപ്പാക്ക് വാത്സല്യമുണ്ടെന്ന് സമ്മതിക്കും. അമ്മോഷാക്ക ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഏതോ ആളായിരുന്നാൽ ഇപ്പോൾ നമ്മൾ അയാളെ മകളെ കിട്ടിയതിൻ്റെ മേൽ അയാൾക്ക് എന്നോട് വലിയ വാത്സല്യമാണെന്ന് സമ്മതിക്കുന്ന ഞാൻ രാജാതിരാജന് എന്നോട് വാത്സല്യമുണ്ടെന്ന് സമ്മതിക്കൂല. പിന്നെ എങ്ങനെ മുഅ്മിനോ? ഇവിടെ പ്രശ്നം. ഭാര്യയ്ക്ക് എന്നോട് വാത്സല്യമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കും. ഉമ്മാക്ക് വാത്സല്യമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കും. ഉപ്പാക്ക് എന്നോട് വാത്സല്യമുണ്ട് എന്ന് സമ്മതിക്കും നമ്മൾ. അമ്മോശാക്കാക്ക് വരെ നമ്മളോട് വാത്സല്യമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കും. പക്ഷേ രാജാതിരാജനായ റബ്ബിന് എന്നോട് വാത്സല്യമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുകയും ഇല്ല, അത് ഞാൻ അനുഭവിക്കുകയും ഇല്ല. പിന്നെ എങ്ങനെ മുഅ്മിനാകും? എങ്ങനെ? ആരുടോ ഈ മമ്മോശാക്ക, ആരുടോ ഈ പാപ്പയും ഇവരൊക്കെ? രാജാതിരാജനല്ലേ എളോപ്പയൊക്കെ? രാജാതിരാജന്റെ വാത്സല്യമല്ലേ പാപ്പയിലൂടെ പ്രകടമായത്? രാജാതിരാജന്റെ വാത്സല്യമല്ലേ ഉമ്മയിലൂടെ പ്രകടമായത്? രാജാതിരാജന്റെ വാത്സല്യമല്ലേ ഭാര്യയിലൂടെ പ്രകടമായത്? രാജാതിരാജന്റെ വാത്സല്യമല്ലേ അമ്മോശാക്കയിലൂടെ പ്രകടമായത്? ഇവരൊക്കെ എന്നോട് വാത്സല്യമുള്ളവരാണെന്ന് സമ്മതിക്കും. പിന്നെയോ അല്ലാഹുവിന് വാത്സല്യം ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കില്ല, അത് നമ്മൾ അനുഭവിക്കില്ല. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതാനോട് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കഷ്ടപ്പാടിനെ പറ്റി അള്ളാഹു ഇവരെ വിചാരം ഉണ്ടായാലല്ലേ എന്ന് പറയും. എന്നിട്ട് അവൻ ഗഫറോ? ചിന്തിക്ക്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പാഞ്ഞാ പോരാ. തഹജ്ജുദ് നിസ്കാരം ആദ്യം ഖൽബിൽ നടക്കണം. അലമത്തിന്റെ ബിസാത്തിൽ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ സുജൂദ് മതിയാകും. അതാണ് വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ അലമത്താകുന്ന ആ ഒരു വിരിപ്പിന്മേൽ തലവെക്കാൻ, നെറ്റിവെക്കാൻ കഴിയണം. ആ മനസ്സോടുകൂടി ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ അൽഹംദുലില്ലാഹ് മീസാനിൽ നടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. ഞാൻ തൽക്കാലം നിർത്താണ്, ബാക്കി അടുത്ത ക്ലാസ് പറയും. അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ഒരു കാര്യമില്ല. അള്ളാഹുവിനെ കാര്യമില്ല. അവന്റെ വാത്സല്യം മനസ്സിലാക്കണം, അവന്റെ സ്നേഹം മനസ്സിലാക്കണം. അവനല്ലാതെ ആരവിടെ സ്നേഹി? അവനല്ലാതെ ആരാണ് കരുണാവാരിധി? ആരാണ്? അവനല്ലാതെ സ്നേഹി ആരാണ്? അള്ളാഹു അല്ലാതെ ആർക്കാണ് ഇവിടെ സ്നേഹമുള്ളത്? അള്ളാഹു അല്ലാതെ ആർക്കാണ് വാത്സല്യമുള്ളത്? അള്ളാഹു അല്ലാതെ ആർക്കാണ് കൃപയുള്ളത്? അള്ളാഹു അല്ലാതെ ആർക്കാണ് കരുണയുള്ളത്? എല്ലാം അള്ളാഹുവിനാണ്. എല്ലാം അള്ളാഹുവിനാണ്. കൃപ അള്ളാഹുവിൻ്റെതാണ്, കരുണ്യം അള്ളാഹുവിൻ്റെതാണ്, വാത്സല്യം അള്ളാഹുവിൻ്റെതാണ്, ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവനാണല്ലാഹു, 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 അവനാണല്ലാഹ്. അവന് കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല. അവന് കാരുണ്യമുള്ളൂ. അല്ലാഹുവിൽ റാളിയായ അബ്ദിനോട് അല്ലാഹ് പറഞ്ഞേ, നീ എന്നിൽ ഇഷ്ടപ്പെട്ടവനാണോ? അപ്പോൾ അല്ലാഹു അടിമ പറയും, അതെ അല്ലാഹുവേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടവനാണ്, എനിക്ക് ഇഷ്ടം. അപ്പോൾ അല്ലാഹു പറയും, എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തും നിനക്ക് ഇഷ്ടമല്ലേ? അത് ഇഷ്ടമാണ്. ഞാൻ വിധിക്കുന്നത് ഇഷ്ടമല്ലേ? ഇഷ്ടം. അപ്പോൾ അല്ലാഹു പറയും, അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നാണ് ഈ സംസാരം, ഇതിൽ വലിയ പാടുണ്ട്. അപ്പോൾ അല്ലാഹു പറയും,
ഞാൻ നിനക്ക് നരകമാണ് വിധിച്ചിട്ടുള്ളത്. ഇഷ്ടായോ? ഇഷ്ടായോ റബ്ബേ? അല്ലാഹു റബ്ബി, ഇത് റബ്ബിന്റെ വിധിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അല്ലാഹു ഈ അടിമക്ക് നരകമാണ്, നീ നരകത്തിൽ ചാടുന്നതാണ് എനിക്കിഷ്ടം എന്ന് അല്ലാഹുവിനോട് പറയും. ഈ നരകത്തിൽ ചാടുന്നതാണ് എനിക്കിഷ്ടം. അല്ലാഹുവിന് ഞാൻ നരകത്തിൽ ചാടുന്നതാണ് അത്ര ഇഷ്ടം എന്ന് ഈ അടിമ മനസ്സിലാക്കിയ മാത്രയും ഈ അടിമ എന്ത് ചെയ്യും? നരകത്തിന്റെ ഭാഗത്തേക്കോടി ഓടി ഓടി ആ അടിമ വേഗം ഓടിച്ചെന്ന് നരകത്തിലേക്ക് ചാടും. എന്തുകൊണ്ട്? റബ്ബിന് അതാണ് ഇഷ്ടം, ഞാൻ നരകത്തിൽ ചാടലാണ് ഇഷ്ടം. ആ ഭാഗത്തെ നരകം ആ മാത്രയിൽ കെട്ടുപോകും. എന്തുകൊണ്ട്? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അടിമയെ കരിക്കാൻ നരകത്തിന് പറ്റില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെയും നീ തൊട്ടു പോകരുതെന്ന് അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചപ്പോൾ നരകത്തിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട്. നിനക്കെന്നെ ഇഷ്ടമാണോ? അതെ, അടിമ പറയും ഇഷ്ടമാണ് റബ്ബേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ വിധിക്കണ എന്തും നിനക്കിഷ്ടമാണോ? അതെ എനിക്കിഷ്ടം എന്ന് ഞാൻ നരകം വിധിക്കണം. നിനക്കിഷ്ടമായോ? ഇഷ്ടമാണ് റബ്ബേ, തിരുത്തി തരണം, തിരുത്തി തരണം. അല്ലാഹുവിനെ ചില മഹാന്മാരുടെ രേഖകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിമകളുടെ പല ഭാഗത്ത് നരകം കൊടുത്താൽ, പല ഭാഗത്ത് നരകത്തെ കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ ഇടഭാഗത്തേക്കൊന്ന് തിരിച്ചതാ എന്ന് പോലും ഈ അടിമ പറയുകയില്ല. ഒരടിമയുടെ വലഭാഗത്ത് അല്ലാഹു നരകത്തെ കൊണ്ടുവന്ന് വെച്ചാൽ എന്റെ ഇടഭാഗത്തേക്ക് നീക്ക് എന്ന് പോലും പറയില്ല. എന്റെ റബ്ബിന് അതാണ് ഇഷ്ടം, അതെന്നോട് ഞാൻ നിനക്ക് നരകമാണ് വിധിച്ചിട്ടുള്ളത്, നീ നരകത്തിൽ ചാടുന്നതാണ് എനിക്കിഷ്ടം എന്ന് കേൾക്കുന്ന മാത്രയിൽ ഈ അടിമയോ ഈ അടിമ നരകത്തിന്റെ ഭാഗത്തേക്കോടും, പിന്നെ നരകത്തിലേക്ക് എടുത്തു ചാടും. ആ നരകം അങ്ങനെ തന്നെ കെട്ടുപോകും. എന്തുകൊണ്ട്? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാള് നീ തൊട്ടു പോകരുത് എന്ന് തന്നെ അല്ലാഹു നരകത്തോട് കരാർ ചെയ്തിട്ടുണ്ട്. പിന്നെ നരകത്തിന് അല്ലാഹുവിന് നിലനിൽക്കാൻ കഴിയൂല, നരകത്തിന് അല്ലാഹുവിന്റെ പൊരുത്തത്തോട് നിലനിൽക്കാൻ കഴിയില്ല. നരകം ആ സെക്കൻഡ് കിട്ടും. എന്തുകൊണ്ട്? ഇപ്പോൾ ചാടിയാൽ ആരാണ്? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാ, അയാളെ കഴിക്കാൻ പാടില്ല, നേരത്തെ കരാറുള്ളതാണ്. ഇവനാണ് അല്ലാഹു ഇദാ സറത്തുൽ മുസീബ കമാ സറത്തുൻ നിഅമ. 10 കോടി 100 കോടി രൂപ കിട്ടിയപ്പോൾ വന്ന സന്തോഷം പോലെ ആപത്തും ദാരിദ്ര്യവും വരുമ്പോൾ നിനക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? നീ അല്ലാഹുവിൽ പൊരുത്തപ്പെട്ടവനാണ്. അതിന്റെ അർത്ഥം എതിര് ദ്വാരക്കണ്ടെന്നല്ല, അതിന്റെ അർത്ഥം മരുന്ന് ഉപയോഗിക്കണ്ടെന്നല്ല. അതൊക്കെ ചെയ്യുന്നുവെങ്കിലും മനസ്സ് ശാന്തമാണ്. എന്റെ റബ്ബ് ഇത് വെറുതെ ചെയ്യുകയില്ല, ഇതിന്റെ പിന്നിൽ വലിയൊരു നിഅമത്ത് എനിക്ക് റബ്ബ് വിധിച്ചിട്ടുണ്ട്. ആ നിഅമത്തിന് വേണ്ടിയല്ലാതെ റബ്ബ് ഇത് ചെയ്യുന്നില്ല. ഇതാണ് വിശ്വാസം, ഇതാണ് ഈമാൻ. ഇതിനാണ് ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബാ. ഇതാണ് ഈമാൻ, ഇതാണ് ഈമാൻ, ഇതാണ് അല്ലാഹുവിന്റെ ഈമാൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. على النبي صلى الله حق لا إله إلا الله. الله 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 عليه توكلوا. الله 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 عليه തവക്കലൂ. മുഅ്മിനീങ്ങളെ, ഈ ക്ലാസ് നിലനിർത്തുക എന്ന നിലക്ക് മാത്രമാണ് ഈ പരിപാടി ഇന്നും ഇവിടെ സംഘടിപ്പിച്ചത്. അവസാനിപ്പിക്കുകയാണ്, ചെറിയൊരു ദുആയോടെ അവസാനിപ്പിക്കുകയാണ്. വിശാലമായ അദ്കാറുകൾ മറ്റൊക്കെ പിന്നീട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചെറിയൊരു ദുആയോടെ അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ഈ കാര്യങ്ങളെ മനസ്സിലാക്കും, അല്ലാഹുവിനെ പറ്റി പഠിക്കാം. അതിനേക്കാൾ വലിയ പാഠമില്ല, അതിനേക്കാൾ വലിയ ചിന്തയില്ല, അതിനേക്കാൾ വലിയ നന്മയും ഇല്ല.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചേർത്ത് തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.